ചങ്ങായിമാരെ നമ്മളെ ഫീൽഡ് ഔട്ട് ആയ അഖിൽമാരാറുണ്ടല്ല ഇന്നലെ ആശ്മി വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ല ഒരിക്കൽ കൂടി ഉണ്ടല്ല ഫീൽഡ് ഔട്ട് ആക്കി കളഞ്ഞു. ഇന്നലെ 24 നടന്ന ചർച്ചയിലുണ്ടല്ലോ ഞാൻ ഇപ്പം പോയിട്ട് എല്ലാവരും അട്ടിമറിക്കുന്നു പറഞ്ഞാൽ നമ്മൾ അഖിൽമാരാറുണ്ടല്ല അവിടെ കിടന്ന് മെഴുകുന്ന കണ്ടപ്പോഴല്ല സത്യം പറഞ്ഞില്ല സന്തോഷായി, വളരെ വളരെ സന്തോഷായി. ഇവനെ പോലത്തെ നിലപാടില്ലാത്ത പരനാറികളുണ്ടല്ലോ ഇതുപോലെ നാണം കിട്ടും പണ്ടാനടക്കണം. എന്തായാലും നമുക്ക് ഹാഷ്മിയും ജിൻഡോ ജോണും കൂടി നമ്മൾ അഖിൽമാരാറുണ്ടല്ല അവിടെ ഇട്ട് വറക്കുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് വന്നാലോ. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നെക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളിനെ തിരിച്ചു പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ കണ്ടില്ല. ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരിച്ചു പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മൾ സമയം കളയേണ്ട. രമേശ് പിഷാരടി തെറ്റി. രമേശ് പിഷാരടി അട്ടർ പറയാം. കാരണം എന്താണ് രമേശ് പിഷാരടി 2-3 കൊല്ലം വെയിറ്റ് ചെയ്യാൻ വേണ്ട 2 മാസം കൊണ്ട് അഖിൽ തെളിയിച്ചു. എന്താ പ്രയാസം? അഖിലിനെ പോലെ മനസ്സിലാക്കിയ അഖിൽമാർ ഇന്നത്തെ നാളെ മറ്റന്നാൾ 2 കൊല്ലം മഹാത്മാഗാന്ധി ഉൾപ്പെടെ അടിച്ചു നോക്ക്. ഗാന്ധി പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ നിലപാടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു അഖിൽമാരാർ താൽക്കാലിക നേതൃത്വത്തിനും സീറ്റ് കിട്ടാനും വേണ്ടി അഖിൽമാരാർ കളിക്കുന്ന കളിയും ഗാന്ധിയെ നമ്മൾ കമ്പയർ ചെയ്യലേ അസലാണ്. ഞാനൊരു കാര്യം ഗാന്ധിയെ കമ്പയർ ചെയ്യലേ അസലാണ്. ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് പിന്നെ ഒരു ലോകത്തിന് ആർക്കായാലും ഒറ്റ നിലപാടുണ്ടാവും. കാര്യം നമ്മുടെ അച്ഛൻ, അമ്മ ചൂണ്ടി കാണിച്ചാളോ നമ്മുടെ അച്ഛൻ, അത് നമ്മൾ മാറ്റും. അമ്മ ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മതി. അമ്മ എന്ന് പറയുന്നു അന്ന് നീ മാറ്റി പറയും. എന്റെ അഭിപ്രായത്തിലുണ്ടല്ല അഖിൽമാരാർ അമ്മ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇവൻ തന്നെ ഉണ്ടല്ല അച്ഛനെ ഉണ്ടല്ല മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നിലവിൽ അച്ഛൻ്റെ എടുക്കുന്ന ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇവനുണ്ടല്ല ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തെങ്കിൽ ആ കൊടുക്കുന്ന ആളെ ഉണ്ടല്ല കൊടുക്കുന്ന ആളെ പോയിട്ട് അച്ഛാന്ന് വിളിക്കും. ഇവന്റെ ആ സ്വഭാവമാണല്ലോ കുറച്ചു കാലമായിട്ട് നമ്മൾ മലയാളികൾ മൊത്തം കണ്ടുവരുന്നത്. പിന്നെ നമ്മളെ മാരാറുണ്ടല്ല ഗാന്ധിജി ആയിട്ടാണ് മാരാറേണ്ടല്ല താരതമ്യം ചെയ്തത്. എന്റെ മാരാറെ ഈ നമ്മളിങ്ങനെ ചിരിപ്പിച്ച് കൊല്ലല്ലട്ടാ. പിന്നെ നമ്മളെ പിഷാരടി പറഞ്ഞ പോലെ ഇവന്റെ നിലപാട് മാറാണ്ടല്ല ഒരു വർഷം ഒന്നും വേണ്ടിയൊന്നുമില്ല, 1 മാസം കൊണ്ടിട്ടുണ്ടാ ഇവന്റെ നിലപാട് 1000 വട്ടം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഹാഷ്മിയും ജിൻഡോ ജോണും കൂടി നമ്മൾ ഈ മാരാറേണ്ടല്ല നാണം കെടുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. എന്നാൽ ഗാന്ധിയേക്കാൾ ഇഷ്ടം സവർക്കറാണ്. അത് നമുക്ക് ഇഷ്ടപ്പെടാമല്ലോ. ഗാന്ധി സവർക്കറെ നിങ്ങൾ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി എന്ന ഒരു പോയിന്റിൽ സവർക്കറെ തള്ളി പറയുക, അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുക, ഈ ഒരു പോയിന്റിൽ മാത്രം എനിക്ക് സവർക്കറെ ഇത് ഞാൻ പറഞ്ഞത് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയത്തോട് അദ്ദേഹത്തിന്റെ ആ ഒരു ആശയത്തോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ നിങ്ങൾ ആലോചിക്കും അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. പിന്നെ സവർക്കറുടെ എന്ത് ആശയത്തോടാണ് ബ്രിട്ടനിലേക്ക് പോയി അവിടെ വധശ്രമത്തിന്റെ പേരിൽ അവിടെ ശിക്ഷിക്കപ്പെട്ട് 12 വർഷക്കാലം ഇന്ത്യയിലെ ഏറ്റവും നരകയാതന അനുഭവിക്കുന്ന ഒരു ജയിലിൽ ശിക്ഷ അനുഭവിക്കപ്പെട്ട പിന്നീട് 17 വർഷക്കാലം വീട്ടുതടങ്കലിലും അല്ലാതെയും ബ്രിട്ടന്റെ അടിമയായി കഴിയേണ്ടി വന്ന അടിമ എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ചർച്ചയിലേക്ക് പോയാൽ നമുക്ക് ഞാൻ ഇഷ്ടമാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടന്റെ അടിമ എന്ന് പറഞ്ഞാൽ നല്ലതാണോ? മാപ്പ് എഴുതി കൊടുത്താണ് സ്വയം അടിമയായതല്ലേ? അങ്ങനെ അടിമയാവാൻ പറ്റുമോ? ഞാൻ ഒരു സിമ്പിൾ ചോദ്യം. ഞാൻ ചോദിക്കുന്നത് അഖിൽമാരാർ ഒരു ദേശീയവാദിയാണ്, ദേശസ്നേഹിയാണ്, ബ്രിട്ടനെതിരാണല്ലോ. അപ്പൊ ബ്രിട്ടന് മാപ്പ് എഴുതി കൊടുത്ത് ബ്രിട്ടന്റെ അടിമയായിട്ട് പിന്നീട് ദേശീയ സമരത്തെ ഒറ്റുകൊടുക്കുകയും ഒക്കെ ചെയ്ത തള്ളിപ്പറയൊക്കെ ചെയ്ത സവർക്കർ ഹീറോ ആണ്. നിങ്ങളുടെ ആൻഡമാൻ ജയിലിൽ കിടന്നാണെങ്കിൽ 32 വർഷം ആൻഡമാൻ ജയിലിൽ കിടന്ന് മരിച്ച അനുഭവിച്ച മനുഷ്യന്റെ പേരറിയോ? ആരാണ്? അല്ല, ഒന്ന് ആ പേര് കൂടി പഠിച്ചിട്ട് വേണം സവർക്കർ ആരാധിക്കാനായിട്ട്. സജഷനുണ്ട്. മൗലാന അലാവുദ്ദീൻ ഹൈദർ അലി. താങ്കൾ നേരത്തെ പറഞ്ഞ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മക്ക മസ്ജിദിൽ ഇമാമായിരുന്ന അദ്ദേഹം 500 ആളുകളെ കൂട്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ പേര് സ്മരിക്കാത്ത താങ്കൾ ബ്രിട്ടന് മാപ്പ് എഴുതി കൊടുത്ത് അദ്ദേഹത്തിന്റെ അടിമയായ സവർക്കർ ഞങ്ങളുടെ വിജയനാകുമ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിച്ചാൽ നാളെ മുതൽ അദ്ദേഹത്തിന് വാദിക്കാം. നിങ്ങൾ ആക്ഷേപിക്കുന്ന കേൾക്കണം. ആരെ? മൗലവി പേര് പറ, അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിക്കൂ. അപ്പൊ ഞാൻ പറയാം, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കും. എന്റെ ജിൻഡോ ജോണെ, നിങ്ങൾ ആരോടാണ് ഈ ചരിത്ര സത്യങ്ങളൊക്കെ പറയുന്നത്? വായിക്ക് തോന്നിയത് കോതക്ക് പാടെന്ന് പറഞ്ഞെടുക്കുന്ന ഈ പരനാറിയോടോ? ഇവൻ തന്നെ പറഞ്ഞത് സവർക്കർ ഉണ്ടല്ല ബ്രിട്ടീഷുകാരുടെ അടിമയുണ്ടല്ല അടിമനെ പോലെ ജീവിച്ചെന്ന്. എന്നിട്ട് ആ സവർക്കർ ഉണ്ടല്ല ഇവൻ ആരാധിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മാരാറെ നിന്നെ ജനങ്ങളും മൊത്തം ഉണ്ടല്ല നിലപാടില്ലാത്ത പുന്നാര മോനെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ആശ്മി ഉണ്ടല്ല ഇവനെ അവിടെ ഇരുത്തിയിട്ട് പൊരിച്ച് വാർത്തെടുക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ഈ പറഞ്ഞ അവിടെ MLA വിരുദ്ധ വികാരമുണ്ട്, അവിടെ പിണറായി വിരുദ്ധ വികാരമുണ്ട്. ഉമാ തോമസിന് ഭൂരിപക്ഷത്തിന് പകുതി പോലെ സീറ്റ് ഒരു തെരഞ്ഞെടുപ്പ് അഖിൽമാരാണോ മത്സരിച്ചത്? അല്ല, ഇന്ത്യയാണ് മത്സരിച്ചത്. അഖിൽമാർക്ക് യാതൊരു ഇതുമില്ലേ? ആശയങ്ങളുടെ പോരാട്ടമാണ്. ഒരു മനുഷ്യനെ ഇവനോടൊക്കെ ചോദിച്ചോ.
എന്റെ പൈസ കളഞ്ഞ് ഞാൻ മത്സരിച്ചോ? അത് ഞാൻ പറയുന്നത് എന്റെ വണ്ടി ഞാൻ വിറ്റെന്ന്. പച്ചക്കള പറയുന്നത് BMW വണ്ടി വിറ്റതോ? ഏപ്രിൽ ഏത് BMW വണ്ടി? എനിക്ക് BMW ബൈക്ക് ഞാൻ വിറ്റത് ഈ തെരഞ്ഞെടുപ്പിനിടയില. അല്ലെന്നേ, അഖിൽമാർ 5 പൈസ ചെലവാക്കിയിട്ടില്ല. അഖിൽമാരുടെ വസ്ത്രമടക്കം, അഖിൽമാർ കുറിച്ച് ഒരു വെള്ളമടക്കം കള്ളം പറയല്ലേ? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? കള്ളം പറയുന്നത്. ഇനി നമുക്ക് സാബു ജേക്കബിന്റെ ഫണ്ടിലേക്ക് വരാം. സാബു ജേക്കബിന്റെ ഫണ്ടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ മാരാറെ. നീ ഉണ്ടല്ല, നീ അടിച്ചു മാറ്റിയ ഫണ്ട് ഉണ്ടല്ല, അതിന്റെ കാര്യം പറ. നീയും കണക്കാണ്, നിന്റെ നേതാവ് സാബു ജേക്കബില്ലേ അവനും കണക്കാണ്. രണ്ടും പരനാറികളാണ്, ഒന്നിനൊന്നും മെച്ചപ്പെട്ട പരനാറികള്. നിങ്ങൾ തമ്മിൽ പണങ്ങളുടെ മെയിൻ കാരണം എന്താ പറയാ? ഫണ്ട് BJP ഫണ്ട് കൊടുത്തിട്ടില്ല. ആ ഫണ്ട് ഉണ്ടല്ലോ നമ്മുടെ സാബു ജേക്കബ് നല്ലോണം അടിച്ചു മാറ്റി. സാബു ജേക്കബ് അടിച്ചു മാറ്റിന്റെ അത്രയിടില്ല. നിനക്ക് അടിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. അതാണ് നിങ്ങൾ തമ്മിലുള്ള മെയിൻ പ്രശ്നം. സത്യം പറഞ്ഞ ഈ ചർച്ച കാണുമ്പോൾ എനിക്കെന്താ തോന്നുന്നറിയാം, മാരാറുണ്ടല്ല സംസാരിക്കുമല്ലേന്ന്, മാരാറുണ്ടല്ല കരയെന്ന് പൊട്ടിക്കരയുകയാണ്. നമുക്കിനി അടുത്തതായിട്ട് മാരാറുടെ അതിഗംഭീരമായ അടുത്തൊരു മെഴുകലും കൂടി കണ്ടിട്ട് വരാം. അന്ന് വരുമ്പോൾ BJP വിരുദ്ധ പറഞ്ഞു. ഇപ്പോൾ BJP വിരുദ്ധരാണോ? BJP കാരനാണോ? ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യം, അഖിൽമാരാർ ഒരിക്കലും BJPയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് BJP പാളയത്തിലേക്ക് പോയത്? ഒന്ന് ഞാൻ എടുത്ത് പറഞ്ഞത്, അവിടെ ഞാൻ പോയത് BJPയിലേക്കല്ല. ഞാൻ BJP പോകില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ BJPയിലേക്ക് പോയിട്ടില്ല. BJP മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ അവർ 80% വികസനം മുന്നോട്ട് വെക്കുമ്പോൾ അഖിൽമാർ 24 ജൂലൈ 24 എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് 2018 നമ്മുടെ ഈ വിദ്യാർത്ഥി എഴുതുന്നതാണ്. 2018 ഞാൻ എഴുതിയ ലേഖനമാണ്. പവർ ഓഫ് സോഷ്യൽ മീഡിയ വിഷയത്തിൽ ഉയർന്നു വരുന്ന യുവാക്കളുടെ ശബ്ദം രാഷ്ട്രീയ പാർട്ടികളെ തൂത്തറിയപ്പെടുന്നത് BJP വിരുദ്ധരാവും എന്നതാണ് സത്യം. എന്നാൽ ഇന്ത്യയിൽ 2 രാഷ്ട്രീയം മാത്രമാണ് നിലവിലുള്ളത്. ഭാരതീയ സംസ്കാരത്തിൽ BJP രാഷ്ട്രീയവും ഭാരത വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയവും. ഒന്നാം BJP സംസാരിക്കുന്നത് അത് ഞാൻ എഴുതിയതിന്റെ അർത്ഥം ഞാൻ മറ്റുള്ളവർ പറയുന്ന രാഷ്ട്രീയമാണ്. അതായത് ഭാരത വിരുദ്ധ ഒരു കോമയുണ്ട്. പോസ്റ്റ് ചെയ്തത് ഇൻസ്റ്റയിലാണ്. അതായത് BJP വിരുദ്ധ രാഷ്ട്രീയം രാജ്യവിരുദ്ധ രാഷ്ട്രീയം ഞാൻ പറയാൻ ഹാഷ്മിയുടെ കൃത്യമായ ഉത്തരം ഞാൻ പറയാം. അതായത് ഈ പോസ്റ്റ് ചെയ്തത് ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റയിൽ ഞാൻ എഡിറ്റ് ചെയ്താൽ ഫേസ്ബുക്കിൽ എഡിറ്റ് വീഴത്തില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും ഈ ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലെ പോസ്റ്റിലെ കോമ കാണാത്തത്. കോമയുണ്ട്. കോമ ഞാൻ പറയാം. കോമ എന്ന് പറയാം. ഈ രാജ്യത്ത് ഭാരത വിരുദ്ധരില്ലേ? രാജ്യത്തെ നശിപ്പിക്കാൻ ഭാരതീയ സംസ്കാരത്തിലൂടെ BJP രാഷ്ട്രീയവും ഭാരത വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയം ഞാൻ പറഞ്ഞത്. അതായത് രാജ്യസ്നേഹികളും രാജ്യവിരുദ്ധരും, രാജ്യസ്നേഹം മൊത്തം BJP അല്ലാത്ത രാജ്യവിരുദ്ധരും. ഇപ്പം നമ്മൾ അഖിൽമാരാർ എന്താ ചിന്തിക്കുന്നറിയാം? ആ കസേരയോടുകൂടി ഭൂമി വളർന്നിട്ടില്ല, ആ ഇരിക്കുന്ന കസേരയോടുകൂടി പാതാളത്തിലേക്ക് ഇട്ടില്ല, പാതാളത്തിലേക്ക് പോയാൽ മതി എന്നാണ് നമ്മൾ അഖിൽമാരാർ ഇപ്പൊ ചിന്തിക്കുന്നത്. ഇവന്റെയൊക്കെ ചിന്താഗതി കണ്ട BJPനെ അനുകൂലിക്കുന്നവർ മാത്രമുണ്ടല്ല ദേശസ്നേഹികള്, BJPനെ എതിർക്കുന്നവരുണ്ടല്ല അവരൊക്കെ ദേശദ്രോഹികൾ. എണീറ്റ് പോടാ ചാണകമാരാറെ. ഇവൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ടല്ല, ആ പോസ്റ്റ് ഉണ്ടല്ല ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പം ഇവനുണ്ടല്ല കോമയിട്ടിനി, പക്ഷെ ഫേസ്ബുക്കിൽ ഉണ്ടല്ല ആ ഇൻസ്റ്റയിലുള്ള കോമയിട്ടല്ല ഫേസ്ബുക്കിൽ വരൂലാന്ന്. എന്റെ മാരാറ, നിനക്ക് ഏറ്റവും പറ്റിയ സംഭവം എന്താ? ഈ ചർച്ച കഴിഞ്ഞ പാടുണ്ടല്ല നീ നേരെ വീട്ടിൽ പോയിട്ടുണ്ടല്ല കോമയിലായതുകൊണ്ടുണ്ടല്ല അങ്ങ് ബോധം കെട്ട് കിടന്നിറങ്ങിക്കോ. പുറത്തിറങ്ങാൻ നിൽക്കണ്ട. നീ പുറത്തിറങ്ങിയിട്ടുണ്ടല്ല നീ നാറും. ഇപ്പുള്ള നാറ്റുണ്ടല്ല അതിലധികം നാറും. നമുക്ക് എന്തായാലും മാരാറുടെ അവസാനത്തെ ചെറിയൊരു മെഴുകലുണ്ട്. ആ മെഴുകലും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ബ്രിട്ടീഷുകാരുടെ മാസം 60 രൂപ കാലയാപനം കഴിക്കാൻ കൈപ്പറ്റി സർക്കാർ. ഇത്രയും ചെയ്തവരെ എന്താ ബ്രിട്ടീഷുകാർ വിട്ടത്? അതിന്റെ ഉത്തരം ഒരാൾ മാപ്പ് പറഞ്ഞു. സാധാരണ ഹാഷ്മി എടുത്ത മാപ്പ് പറഞ്ഞ ഹാഷ്മി ഇയാളെ നടുവിൽ പിന്നെ ഇരിക്കൂ. അവനെ പിന്നെ പിടിച്ച് ജയിലിൽ പറയൂ. ഇയാളെ പിന്നെന്താണ് പുറത്തിറങ്ങാൻ തരുന്നത്? മനുഷ്യന്റെ 50 വർഷക്കാലം തടഞ്ഞു കിടക്കണം. സവർക്കറെ ന്യായീകരിക്കാൻ ബ്രിട്ടീഷുകാരെ വലിയ ഉദാരപതികളായിട്ട് നമ്മൾ ട്രേസ് ചെയ്യണോ? അല്ല, ഞാൻ ചോദിച്ചത് സാറേ വളരെ സിമ്പിൾ ചോദ്യം. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്, ഞാൻ സ്വാതന്ത്ര്യ സമരകാലം ഞാൻ ബ്രിട്ടനെതിരെ പോരാടി, എന്നെ പിടിച്ച് ജയിലിട്ടു. എന്നെ 3 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ഒരാളെന്ന് പറയുക, എടാ ഇതിനകത്ത് കിടന്ന് നശിക്കാതെ നീ ഇറങ്ങി അവന്മാർക്ക് മാപ്പോ കോപ്പോ എന്താണെന്ന് എഴുതി കൊടുക്കുക. ഇത് ഞാൻ കൊടുത്ത ട്രൈ ചെയ്യാൻ നോക്കും. കാരണം എന്റെ ലക്ഷ്യം അകത്ത് കിടന്ന് നശിക്കാനുള്ളതല്ല. അതായത് ഭഗത് സിംഗ് മാപ്പോ അവരെ പോടാപ്പില്ലേ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലാബ് വിളിച്ച് കഴിവൻ കയറിയാണ് ഭഗത് സിംഗ്. ആ ഭഗത് സിംഗ് നട്ടലുള്ള ഭഗത് സിംഗ് ആരാധിക്കുന്ന താങ്കൾക്ക് മാപ്പ് പറഞ്ഞ സവർക്കറെ ഞാൻ പറ്റാ. അയ്യേ എന്റെ പൊന്ന് ഹാഷ്മി, മാപ്പ് 2 രീതി പറയാം. സ്വയം മാപ്പേ ഉള്ളൂ. ഒരു മാപ്പ് ഒന്നേ ഉള്ളൂ. ആര് പറഞ്ഞു? അപ്പോളജി. ഇത്രയും കാലം മേയറിലായിരുന്ന മാരാറിയിട്ടില്ല ആശ്മി വിളിച്ചു വരുത്തിട്ടില്ല ബഹിരാകാശത്തേക്ക് ഇട്ടില്ല പറഞ്ഞു വിട്ടു. എന്റെ ചാണകമാരാറെ മാപ്പ് എന്ന് പറഞ്ഞതുണ്ടല്ല ആശ്മി പറഞ്ഞതുപോലെ ഒറ്റ മാപ്പേ ഉള്ളൂ. അല്ലാണ്ട് നീയൊക്കെ പറയുന്ന പോലെ 2-3 ടൈപ്പ് മാപ്പൊന്നുണ്ടല്ല. ഇല്ല, നിനക്കൊക്കെ ഉണ്ടല്ല മാപ്പ് എന്ന് പറഞ്ഞത് 2-3 ടൈപ്പ് ഉണ്ട് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? നീ കേട്ടില്ല, തോന്നുമ്പോണ്ടല്ല തന്തേന മാറ്റിപ്പോടുന്ന ടീമാണല്ലോ, അതുകൊണ്ടാണ് നിനക്കൊക്കെ അങ്ങനെ തോന്നുന്നത്. പിന്നെ നീ പറഞ്ഞു നീ എങ്ങാനും സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടല്ലോ ജയിലായി കഴിഞ്ഞാൽ 10-15 മാപ്പല്ല 50 മാപ്പ് വരെ എഴുതി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങുന്നു. മാരാറെ നീ 50 മാപ്പല്ല 100 മാപ്പല്ല വേണമെങ്കിൽ ബ്രിട്ടീഷുകാർ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കുണ്ടി വരെ നീ ഉണ്ടല്ല കഴുകി കൊടുക്കൂ. അതുപോലത്തെ വൃത്തികേട് പോലും ചെയ്യാൻ വേണ്ടിട്ട് അത് നീ ഉണ്ടല്ല, നീ അധികം ഡയലോഗ് ഉണ്ടല്ല ഇനി അടിക്കാൻ നിൽക്കണ്ടട്ടാ. അപ്പോഴെന്തായാലും നിലപാടില്ലാത്ത മാരാറെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നിലപാടില്ലാത്ത പരനാറി മാരാറാക്കി മാറ്റിയ ആശ്മിക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.